നമുക്ക് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-3 ഫൂട്ടൊക്കെ മാറ്റി ചേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് ഒരു അടിപൊളി പ്രഷർ ഫൂട്ടാണ് ഞാൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന. ഒരൊറ്റ സ്റ്റിച്ചിൽ നമുക്ക് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന പ്രഷർ ഫൂട്ട് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രഷർ ഫൂട്ടാണ്. ഇത് റോളറുള്ള സിപ്പർ ഫൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം എടുത്തു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ പ്രഷർ ഫൂട്ട് ചേഞ്ച് ചെയ്യുന്ന ഈ പിന്നും ഒരു അടിപൊളി ടൂളാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റോളറുള്ള സിപ്പർ ഫൂട്ട്. ഓക്കെ, ഇതിൻ്റെ 2 ഉപയോഗമുണ്ട്. ഒന്ന്, ഇത് വെച്ചിട്ട് നമുക്ക് പല തിക്നെസ്സിലുള്ള പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ താഴെ ഈ ഒരു സ്ക്രൂ കണ്ടില്ലേ, ഈ സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വണ്ണം കുറഞ്ഞ ചരടും വണ്ണം കൂടിയ ചരടും ഇട്ടിട്ട് നമുക്ക് ഇതിൽ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളി ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. റോളർ ഉള്ളത് കൊണ്ട് നമുക്ക് തുണിയിൽ ചുളിവൊന്നും വരാതെ നമുക്ക് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ടൂള് നല്ല വർത്തായിട്ടുള്ള ഒരു ടൂളാണ്. ഇതിൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ മൂലം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഈ പ്രഷർ ഫൂട്ട് പർച്ചേസ് ചെയ്യാനുള്ള പിന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജാക്കിൻ്റെ ഒറിജിനൽ ക്യൂക്ക് ചേഞ്ചർ പിന്നാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം വളരെ ഈസി ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ ഇത് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. വലിയ അടിപൊളി ഫിനിഷിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.